ഹലോ, ഇന്ന് ചിൽഡ്രൻസ് ഡേ ആയിട്ട് ദേ കണ്ണനെ ഒരുക്കി നമ്മൾ വിടാൻ പോകുന്ന സ്കൂളിലേക്ക്. അപ്പോൾ കണ്ണൻ ഇന്ന് ഒരു വൈറ്റ് പാൻറ്റും ഒരു വൈറ്റ് കുർത്തയാണ് വിടുന്നത്. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും ഭയങ്കര കരച്ചിലായിരുന്നു. കരച്ചിലിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഈ കുർത്ത ഇടുന്ന ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അവനെ കുർത്ത ഇടുമ്പോൾ കുത്തിക്കൊള്ളും, മേത്ത് കുത്തിക്കൊള്ളും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മടിയാണ് കേട്ടോ കുർത്ത ഇടാനായിട്ട്. പിന്നെ ഇത് കമ്പൽസറി ഒന്നല്ലായിരുന്നു. പിന്നെ കണ്ണന് വൈറ്റ് കുർത്തയും പാൻറ്റും ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇടിച്ചത്. എനിക്ക് അവനെ കുർത്ത ഇടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തന്നെ കുറേ തയ്ച്ചിട്ടുണ്ട് അവന്. പക്ഷേ അതൊക്കെ ഇപ്പോൾ ദേ വെറുതെ ഇരിക്കുകയാണ്. അവനിടാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ തന്നെ ഇത് ഇടിച്ച് നോക്കിയപ്പോൾ അവൻ ഇടാമെന്നൊക്കെ പറഞ്ഞ് ഓക്കെ പറഞ്ഞതായിരുന്നു. പക്ഷേ നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ അവൻ്റെ മട്ട് മാറി. അവൻ പറഞ്ഞു എനിക്ക് കുർത്ത വേണ്ട, വേറെ ഡ്രസ്സ് മതി, വൈറ്റ് ഡ്രസ്സ് വേറെ ഇടാം. പിന്നെ നമ്മളിതിന് വേണ്ടി ക്യാപ്പും പിന്നെ റോസ് എല്ലാം സെറ്റ് ചെയ്തായിരുന്നു. കണ്ണൻ്റെ നാളെ രേവതിയാണ് കേട്ടോ. ഇവിടെ അമ്മയൊക്കെ പറയുന്നത് രേവതി നാളെന്ന് പറഞ്ഞാൽ 70 ശീലമാണെന്ന് പറയുന്നത്. കണ്ണൻ്റെ കാര്യത്തിൽ ഇത് കറക്റ്റാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതേ ഒരുവിധം കരച്ചിലൊക്കെ മാറി ഒരുക്കിയെടുത്തിട്ടുണ്ട്. തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ ആ റോസപ്പും കൂടി വെച്ച് കഴിഞ്ഞാൽ ആൾ റെഡി. ഇത്തിരി മുമ്പ് കരഞ്ഞുകൊണ്ടിരുന്ന ചെറുക്കനാണെന്ന് കണ്ടാൽ മനസ്സിലാവും. അതാണ് ഞാൻ പറഞ്ഞത്, എങ്ങനെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ദേ നെഹ്റു റെഡി കേട്ടോ. എല്ലാം ദേ സെറ്റായി, തൊപ്പിയൊക്കെ വെച്ചു. ഞാനപ്പോൾ റോസ് അതിലൊരു ഇത്തിരി സെലോ ടേപ്പൊക്കെ ഒട്ടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു, ചാടി പോകാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ദേ ആ ഒരു കാര്യം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ റെഡി ആയിട്ടോ. എനിക്ക് കണ്ണനെ ഇങ്ങനെയൊക്കെ ഒരുക്കി വിടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ മാക്സിമം എല്ലാ പരിപാടിയിലും പങ്കെടുപ്പിക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് ദേ അച്ഛൻ അവന് ചെരുപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആൾ കുഴപ്പമൊന്നുമില്ല. ആൾ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ എണ്ണി പറക്കി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ദേ പുറത്തേക്ക് ഇറങ്ങി പോകാൻ നിൽക്കുകയാണ്. ഞാനപ്പോൾ എൻ്റെ വീട്ടിലായതുകൊണ്ട് അച്ഛനാണ് അവനെ ചേട്ടൻ്റെ വീട്ടിലേക്ക് ആക്കുന്നത്. അടുത്ത് തന്നെയാണ് വീട്, അവിടെയാണ് സ്കൂൾ ബസ് വരുന്നത്. അപ്പോൾ ദേ ആശാൻ റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് സെറ്റാക്കുകയാണ്, കാരണം അത് ശരിക്കും ഒട്ടണില്ല അങ്ങോട്ട്. അപ്പോൾ അതൊക്കെ സെലോ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് ദേ അച്ഛൻ അവനെ കൊണ്ടുവന്നാക്കാണ്. ആശാൻ്റെ മുഖം അത്ര തെളിഞ്ഞിട്ടൊന്നുമില്ല. ആ ഡ്രസ്സ് ഇട്ടതിൻ്റെ കുറച്ച് ഇഷ്ടക്കേടൊക്കെ ഉണ്ട്. ഇപ്പോഴും ഓരോന്നോരോന്നൊക്കെ പറഞ്ഞിട്ടാണ് വണ്ടി കയറി പോണത്. അപ്പോൾ ഇത്രയുള്ളൂ, ബായ്.